അല്ല ഞാൻ റസീദ് 10 വർഷം കേരളം ഇടതുപക്ഷം ഭരിച്ചു. ഒരു പാർട്ടി 10 വർഷം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ്. പിന്നെ ആ ഭരണത്തിൽ പോരായ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് 10 വർഷമൊക്കെ. എന്ത് പോരായ്മ? അതന്നെയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഒരു സംശയം, ഇതിലും നല്ല ഭരണം UDF കാഴ്ച. പിന്നെ അവർക്ക് തരിപ്പ് കയറി. അങ്ങനെ ഒക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചു. അതാണ് മാറ്റി ചിന്തിച്ച് ഭരണത്തിൽ UDF വന്നപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. മുടങ്ങിയോ? ഞാൻ അതല്ല എന്തെങ്കിലും നീ ആലോചിച്ചാൽ 10 വർഷം ഭരിച്ചിട്ട് ഒരു പള്ളിയിലും ഒരു പ്രശ്നം നടന്നിട്ടില്ല. ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല. ഇപ്പതാ 3 മാസമായിട്ടുള്ളൂ. 100 ദിവസം തയ്ച്ചു. 100 ദിവസത്തിന്റെ മികവ് ആഘോഷിച്ചിട്ടുണ്ട് മൂരികളും പൊങ്ങിയും. എന്താ റഷീദ് അറിയോ? നമ്മളെ ഇന്നത്തെ മുംബൈ ഉണ്ടല്ലോ, മുംബൈ പോലെ പഴയ പേരേന്ന് ബോംബെന്ന് വലിയ പേരിലാണ് ഒരു പണ്ട് അറിയപ്പെട്ടിരുന്നത്. അന്ന് അവിടെ ബോംബെ കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല കലാപങ്ങളും പല പ്രശ്നങ്ങളൊക്കെ മുമ്പ് ഇടക്കിടക്ക് നടന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാൻ സാധ്യല്ല. നിങ്ങളെ കുട്ടിയാവാൻ സാധ്യല്ല. കാരണം എനിക്ക് തന്നെ 10-15 വയസ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ കുട്ടി തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചരിത്രം അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പൊ അന്ന് അവിടെ എന്നും പ്രശ്നങ്ങളായിരുന്നു എന്ന് പറയാം. അന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. പിന്നെ ഇന്നവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ അന്ന് ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് ഇന്ന് അവിടെയൊക്കെ ഭരിക്കുന്നത്. മനസ്സിലായല്ലേ? ഏതാണ്ട് സെയിം തന്നെ നമ്മളെ ഇന്ത്യ രാജ്യം. ഇന്ത്യയിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അധിക സ്ഥലങ്ങളിലൊക്കെ. തോന്നിയസനം കാണിക്കാം. അപ്പോൾ അന്ന് അവിടെ കോൺഗ്രസ് മറ്റേ സഖ്യകക്ഷികളൊക്കെയാണ് ഭരിച്ചിരുന്നത്. ഇന്ത്യ രാജ്യത്തും ബോംബെയൊക്കെ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ് ഇന്ന് നമ്മളെ അവിടെ ബോംബെ അവിടെ ഇവിടെയൊക്കെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘടന വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. 10 കൊല്ലങ്ങൾ പ്രശ്നങ്ങളൊന്നും നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 10 കൊല്ലം ഭരിച്ചിരുന്നത് CPM അന്ന് ഭരണത്തിലിരുന്നു. അതുകൊണ്ടായിരുന്നു ഓൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഓല് തുടങ്ങി ഓൽക്കൊരു ടീമുണ്ട്. ഈ പള്ളിക്ക് കച്ചറുണ്ടാക്കണ, പള്ളിക്ക് പ്രശ്നം ഉണ്ടാക്കണേക്ക് ടീമുണ്ട്. ഓല് പല ഭാഗത്തുനിന്ന് പല ആളുകളും ഇറക്കും. അങ്ങനത്തെ ഒരു ടീമുണ്ട് ഓൽക്ക്. ആ ടീമിനാണ് ഇപ്പോൾ അവിടെ ഇറക്കിയിട്ടുള്ളത്. കളികളൊക്കെ അവിടെ കാര്യം എന്താണ് സംഭവം എന്നുള്ളത്. ഭരണം നഷ്ടപ്പെടുമ്പോൾ വലിയ ഷോക്കടാണ്. എല്ലാ സ്ഥലത്തും ഇല്ലതാണ്. ബോംബെയിൽ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പ്രശ്നം ഉണ്ടായില്ല. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ കയ്യിൽ ഭരണം കിട്ടിയപ്പോൾ ഇന്ത്യ രാജ്യത്തും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഓർക്ക് ഭരണം അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ് എന്നർത്ഥം. മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയാണ് പടി നടക്കുന്നത്. അതൊക്കെ ശരിയാക്കുന്നുണ്ട് ഞങ്ങള്. ആ ടീമുകൾക്ക് പള്ളിക്കൊക്കെ കല്ലെറിയാം, പള്ളിക്ക് മറ്റുള്ള തമ്മാടിത്തരമൊക്കെ ചെയ്യാം. അവിടെ ഇപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ഷൂട്ട് കയറി എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇപ്പോൾ അവിടെ അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അവിടെ ഷൂരിട്ടുകൊണ്ട് ഒതിർത്തുകൊണ്ടൊന്നും കയറാൻ പറ്റില്ലല്ലോ. കുത്തഹാത്തിപ്പൊന്നല്ല നടക്കുന്നത്, കുത്തുബിയത്തും അങ്ങനത്തെ ഒന്നല്ല നടക്കുന്നത്. ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കല്ലേ പ്രശ്നങ്ങൾ. അവിടെ ഇപ്പോൾ ഒരാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാളാണ് ഇതായി ശരിയായി. ആരെങ്കിലും കുറ്റപ്പെടുത്തുക ഈ സർക്കാരിനെ തന്നെയല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ ഇനി എവിടെയാണെന്നുണ്ടെങ്കിലും എന്ത് ഇതാണെന്നുണ്ടെങ്കിലും പള്ളിയല്ല, അമ്പലമല്ല, ക്രിസ്ത്യൻ ചർച്ചയല്ല, അവിടെയൊക്കെ പോലീസിന്റെ പണിയെടുക്കും. പിന്നെ സമയങ്ങളും കൃത്യതും എന്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മര്യാദകൾ പാലിക്കും. മര്യാദ വിട്ടിട്ട് അവിടെ ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇതാക്കും, ഇടപെടും. മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലായിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതേ ഭരണമല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാം. അപ്പൊ ഇവല് ഭരണത്തിലിരിക്കുമ്പോൾ ഇവല് പ്രശ്നക്കാരല്ലാന്ന്. ഭരണം പോയി കഴിഞ്ഞാൽ ഇവർക്ക് അറക്കണ കുറച്ച് ടീമുകളുണ്ട്. അതിനായിട്ട് മുസ്ലിം സംഘടനയിൽപ്പെട്ട തന്നെ കുറച്ച് ആളുകളുണ്ട്. അത് ഓല അപ്പോഴാണ് ഇറങ്ങുക, അപ്പോഴാണ് ഇവല് രംഗത്തിറക്കുക. അതൊക്കെ ഞങ്ങൾ പൂട്ടുന്നുണ്ട്, ശരിയാക്കി എടുക്കുന്നുണ്ട്. ഞങ്ങള് ബേജാറാണ് കേട്ടോ. നിങ്ങളെ ചെറിയൊക്കെ ഞങ്ങൾ മാറ്റി തരുന്നുണ്ട്.